സൂറത്തുൽ ജിന്നിലെ ആയത്തിലൂടെ അള്ളാഹ് എന്താ പഠിപ്പിച്ചത്? അള്ളാഹു പഠിപ്പിച്ചു ഇവര് ഹയ്യാണ് അല്ലേ? ജീവിച്ചിരിക്കുന്നവരോടല്ലേ തേടിയത്? അവിടെ ഉള്ളവരോടല്ലേ തേടിയത്? ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നാ പറഞ്ഞത്. ഉപദ്രവിക്കാതിരിക്കുക എന്നത് അവരുടെ കഴിവിൽപ്പെട്ടതല്ലേ? ഇത് നമ്മൾ പറഞ്ഞപ്പോ ഈ ആളുകൾ പറഞ്ഞു, ഇതാ ഇവര് ആയത്ത് ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു. ഹയ്യായ ഹാലിറായ ഖാദിറായ ജിന്നിനോടാണ് തേടിയത് എന്നത് ദുർവ്യാഖ്യാനമാണ്. മുമ്പേ പറഞ്ഞു. എന്നിട്ടിത് ദുർവ്യാഖ്യാനമാണ് എന്നതിന് ത്വബരിയിൽ നിന്ന് അദ്ദേഹം നൽകിയ തഫ്സീറിന്റെ ഒരു ഭാഗം ഈ ആളുകൾ എടുത്തു ധരിച്ചു. ഇത് ദുർവ്യാഖ്യാനാണ് എന്ന് പറഞ്ഞു, വെല്ലുവിളിച്ചു. ഞാനത് പിന്നീട് പറയാം. ഈ തഫ്സീറിൽ നിന്ന് ഇവരൊരു ഭാഗം എടുത്തു ധരിച്ചു. എന്താ ത്വബരി തന്റെ തഫ്സീറിൽ പറയുന്നത്? ത്വബരി തന്റെ തഫ്സീറിൽ പറയുന്ന കാര്യം അദ്ദേഹം എടുത്തു പറയാൻ, കാനു ഇദാ നസലുൽ വാദി, അവരൊരു താഴ്വരയിലെത്തിയാൽ കാലു, അവര് പറയും, നഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ താഴ്വരയുടെ നേതാവിനോട് ഞങ്ങളിതാ അഭയം തേടുന്നു, മിൻ ശർരി മാ ഫീഹി, അവരുടെ ഉപദ്രവത്തിൽ നിന്ന്, അതിൽ നിന്ന്, ആ താഴ്വരയിൽ നിന്ന് ഉണ്ടാവുന്ന ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളിതാ രക്ഷ തേടുന്നു. ഫതഖൂലുൽ ജിന്നു, അപ്പൊ ജിന്നുകൾ പറയും, മാ നംലികു ലക്കും വലാ ലി അൻഫുസിനാ ദർറൻ വലാ നഫ്ആ, ഞങ്ങൾക്ക് ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ ഈ ജിന്നുകൾക്ക് ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഈ ജിന്നുകൾ പറയും എന്ന് ഈ ഭാഗം ഉദ്ധരിച്ചിട്ട് പറഞ്ഞു. അപ്പോ ഖാദിറല്ല, ഈ ജിന്നുകൾക്ക് ഒരു കഴിവുമില്ല എന്ന് ത്വബരി പറഞ്ഞതിൽ നിന്ന് മനസ്സിലായില്ലേ എന്നായിരുന്നു ഇവരുടെ ചോദ്യം. അപ്പൊ നമ്മൾ ചോദിച്ചു, അല്ല കൂട്ടരെ, നിങ്ങളെ വാദം എന്താ? നിങ്ങളെ വാദം ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ ശിർക്കാവൂല എന്നല്ലേ? അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ ശിർക്കാവില്ല എന്നല്ലേ PN അബ്ദുൽ ലത്തീഫ് മൗലവി കത്തെഴുതി കൊടുത്തത്? ഹയ്യായ ജിന്നിനോട്, ഹാലിറായ ജിന്നിനോട്, ഖാദിറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാവുകയില്ല, അത് വസീലത്ത് ശിർക്കയാവുള്ളൂ എന്നല്ലേ PN അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ വാദം? അതല്ലേ കഴിഞ്ഞ ആഗസ്റ്റ് മാസം കത്തെഴുതി കൊടുത്തത് എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോ ഇവിടെ ഈ തഫ്സീർ വായിച്ചിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? ജിന്നിനൊരു കഴിവുമില്ല. അപ്പൊ നിങ്ങളെ വാദത്തിന്റെ അവസ്ഥ എന്ത് എന്ന് നമ്മൾ ചോദിച്ചപ്പോ, ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന 24-ാം തീയതി നടന്ന പ്രൂഫ് പോയിന്റിൽ ഞാൻ ചോദിച്ച ആ ചോദ്യം എടുത്തിട്ടുകൊണ്ട് ഇവരുടെ കൂട്ടത്തിലെ ഒരു മൗലവി പറയുന്ന മറുപടി ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. നമുക്ക് ആദ്യം ആ ഒരു ക്ലിപ്പ് ഒന്ന് കാണാം. ഞാൻ ഇതേ ഒരൊറ്റ പൊള്ളത്തരം പറയട്ടെ. എന്താ പറഞ്ഞത്? ഒരു തഫ്സീർ വായിച്ചിട്ട് പറയാണ്, ഇതാ ഈ തഫ്സീറിൽ ഇമാം ത്വബരി പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളോട് ഇവര് രക്ഷ തേടുമ്പോ ജിന്നുകൾ പറയും, ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല, അതുകൊണ്ട് ഞങ്ങളോട് തേടിയിട്ട് കാര്യമില്ല. അപ്പൊ PN അബ്ദുൽ ലത്തീഫ് മൗലവി കത്ത് കൊടുത്തത് എന്താ? ജിന്നുകളുടെ കഴിവിൽപ്പെട്ടിയത് തേടിയാ ശിർക്കാവൂല. ഇവിടെ പറയുന്നത് എന്താ? ജിന്നേക്ക് ഒരു കഴിവില്ല, അപ്പൊ പിന്നെ എന്ത് തേടിയാലും ശിർക്കായില്ലേ? നോക്കൂ, നിങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കിയത് എന്ത് പറഞ്ഞിട്ടാ? വിസ്ഡം എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത് തന്നെ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. സംസാരത്തിന് 30 സെക്കൻഡിൽ തന്നെ കുറെ കളർ അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ജിന്നിനൊരു കഴിവുമില്ല എന്ന് ത്വബരി പറയുന്നു, കഴിവുണ്ട് എന്ന് നമ്മൾ പറയുന്നു, ഇത് അടിസ്ഥാന വിഷയം എന്നാണ്. എന്താണ് മനസ്സിലാക്കുക? അവരെ അദ്ദേഹത്തെ എതിർത്തത് കൊണ്ട് തന്നെ വിശദീകരണം തന്നെ കൊടുക്കാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈയിടെയായി ബഹുമാന്യനായ നമ്മുടെ ഹനീഫ് കായക്കുടി എന്തെന്നറിയില്ല, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ കൊടുത്തതെന്താ? വിസ്ഡം എന്ന് പറയുന്ന ജിന്നിനൊരു കഴിവുമില്ല എന്ന് ത്വബരി പറയുന്നു, കഴിവുണ്ട് എന്ന് നമ്മൾ പറയുന്നു, ഇത് അടിസ്ഥാന വിഷയം എന്നാണ്. എന്താണ് മനസ്സിലാക്കുക? അവരെ അദ്ദേഹത്തെ എതിർത്തത് കൊണ്ട് തന്നെ വിശദീകരണം തന്നെ കൊടുക്കാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈയിടെയായി ബഹുമാന്യനായ നമ്മുടെ ഹനീഫ് കായക്കുടി എന്തെന്നറിയില്ല, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ശ്രമമല്ല, മറിച്ച് ഇക്കാലം വരെ നമ്മളിത് പറയുമ്പോഴൊക്കെ ഇവര് സാധാരണക്കാരോട് പറഞ്ഞത് എന്താ? അങ്ങനെ ആർക്കാ വാദം? ജിന്നിനോട് തേടിയാൽ ശിർക്കാൻ തന്നെയല്ലേ ഞങ്ങളെയൊക്കെ വാദം? ജിന്നിനോട് തേടിയാൽ ശിർക്കല്ലെന്ന് ആരാ പറയുന്നത്? ജിന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ശിർക്കാണ് എന്ന് ഹുസൈൻ സലഫിന്റെ പ്രസംഗത്തിന്റെ ഭാഗം ഇടും.
ജിന്നെ സഹായിക്കണേന്ന് തേടിയ ശിർക്കാണ് എന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ ഭാഗം. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ജിന്നെ രക്ഷിക്കണേ മലക്കെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ശിർക്ക് തന്നെ എന്ന് എഴുതിയ ഭാഗം. ഇതൊക്കെ ഇട്ടിട്ട് ചോദിച്ചു, ആർക്കാ അങ്ങനെ ഒരു വാദമുള്ളത്? ഒളിച്ചിരുന്നു കുറെ കാലം, പക്ഷേ അവസാനം പുറത്തു ചാടി. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിന് ശേഷമാണ് ഇവരൊന്നുകൂടി പുറത്തു ചാടേണ്ടി വന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് PN അബ്ദുൾ ലത്തീഫ് മദനി അറബ് രാജ്യത്തുള്ള ചില സഹോദരങ്ങൾക്ക് തങ്ങളുടെ നിലപാട് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് നൽകിയത്. ആ കത്തിൽ പറഞ്ഞു, ഇപ്പറഞ്ഞതുപോലെ ഹയ്യായ ഹാലിറായ ഖാദിറായ ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ടാൽ പേടിയപ്പെട്ടത് തേടിയാൽ അത് വസീലത്ത് ശിർക്കയാകുള്ളൂ, അത് ശിർക്കല്ല, അത് ഹറാമാണ്, അനുവദനീയമല്ല എന്ന് കത്ത് കൊടുത്തു. അപ്പോഴാ ആളുകൾക്ക് മനസ്സിലായത് അപ്പൊ ഇങ്ങനെ ഒരു വാദം ഉണ്ടല്ലേ, വെറുതെ പറയുന്നതല്ല, ഇത് വാദമുണ്ടായിട്ട് തന്നെ പറയുന്നതാണ് എന്ന് ആളുകൾ മനസ്സിലാക്കി. അപ്പോഴാ ഈ ചർച്ച സജീവായത്. ആ ചർച്ച സജീവായപ്പോ ഇവര് മറുപടി പറയേണ്ടി വന്നു. ഞങ്ങൾ ഇതൊന്നും പറയില്ല, ഞങ്ങൾ ഭയങ്കര ദേവത്താണ്, ഇതൊന്നും പറയാൻ ഞങ്ങൾക്ക് നേരെയില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം ദിവസം 3 നേരം ഇതാ പറയുന്നത്. പണ്ട് ഈ ചില ഹോമിയോ മരുന്നും അതേപോലെ ചില ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഉണ്ട്. ആദ്യത്തെ 2 ദിവസം 2 നേരം കഴിക്കുക, പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ 1 നേരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ മാതിരി ഇത് ആ മാസത്തിൽ ഒരിക്കലൊക്കെ ഇത് ജിന്നി വിഷയം പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോ സ്ഥിരമായതാണ്. ഇതില്ലാത്ത ഒരു പ്രൂഫ് പോയിന്റും ഇല്ല. കാരണം ന്യായീകരിച്ച് വശം കെട്ടിരിക്കുന്നു. ആളുകളുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാൻ സാധിക്കാതെ നാണം കെട്ടുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം നേതാക്കൾ പോലും കോഴിച്ചനയിൽ ഫൈസൽ മുസ്ലിയാർ ഓതിയ ആയത്ത് അത് തെളിവല്ല, അത് ന്യായീകരിക്കാനാവില്ല എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയോ? വിസ്ഡം പണ്ഡിത സഭയുടെ നേതാക്കന്മാർ പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മദനിയെ പോലെയുള്ള ആളുകളെ കൊണ്ട് ഫൈസൽ മുസ്ലിയാർ ഓതിയ ആയത്ത് ആ വാദത്തിന് തെളിവാണ് എന്ന് പറയിപ്പിക്കാൻ ഈ ആളുകൾക്ക് കഴിയോ? ഇല്ല. ഇതൊക്കെ വിഷയമായപ്പോഴാണ് ഇവർക്കിത് പറയേണ്ടി വന്നത്. അതിന്റെ കുറ്റം നമ്മളുടെ തലയിലിട്ടിട്ട് കാര്യമില്ല. വീണ്ടും നോക്കൂ പറയുന്നത്, നമ്മൾ കോഴിക്കോട് വെച്ച് പറഞ്ഞത് ഹയ്യും ഹാദറും ഖാദറുമായ ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാണ് എന്ന് നിങ്ങൾ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ വാദം എന്താ? അത് ആളുകൾക്ക് മനസ്സിലായില്ലേ? ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് തേടിയാൽ ശിർക്കാണ് എന്നതിന് നമ്മൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു എന്നാണ്. അപ്പൊ ഇവരെ വാദം എന്താ? ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് തേടിയാൽ ശിർക്കല്ല. അത് നമ്മൾ പറയുമ്പോൾ ഇതാ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് നിലവിളിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇവരുടെ വാദമാണ് എന്നിവർ പറയുന്നു. എന്നാൽ അതൊന്ന് തുറന്നു പറയണമെന്ന് പറഞ്ഞാലോ അത് പറയാൻ ഈ ആളുകൾക്ക് മടിയാണ്. കാരണം മുജാഹിദുകളുടെ അല്പമെങ്കിലും ഈമാൻ അവശേഷിക്കുന്ന, തൗഹീദ് അവശേഷിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഈ പിഴച്ച വിശ്വാസം കയറില്ല. സൂറത്ത് ജിന്നിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു, അബ്ദുറഹ്മാൻ സലഫി ദുർവ്യാഖ്യാനിച്ചു. അപ്പൊ അതിന് കായക്കൂടി പറഞ്ഞു, വിശദീകരണം പറഞ്ഞു, അത് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. തഫ്സീർ ഇബ്നു കസീറുണ്ട്. ഞാൻ എൻ്റെ പരപ്പനങ്ങാടി പ്രഭാഷണത്തിൽ പറഞ്ഞു, തഫ്സീർ ഇബ്നു കസീർ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചാണ്. നിങ്ങൾ ആയത്തും ദുർവ്യാഖ്യാനിച്ചു, തഫ്സീറും ദുർവ്യാഖ്യാനിച്ചു. ഇനി ആ ആയത്തിൽ പറയുന്ന ജിന്ന് നിങ്ങൾ പറഞ്ഞ പോലെയുള്ള ജിന്നല്ല. കാരണം അവിടെ ആ ചോദിക്കപ്പെട്ട വസ്തു കൊടുക്കാൻ ആ ജിന്ന് ഖാദിറല്ല. അതിനു വേണ്ടി സൂറത്തു ജിന്നിന്റെ വിശദീകരണത്തിൽ നിന്ന് ഇമാം തൊബരിയുടെ തഫ്സീർ ഞാൻ വായിച്ചിരുന്നു. നഊദു ബി സയ്യിദി ഹാദൽ വാദി എന്ന് പറയുമ്പോൾ കാനു ഇദാ നസലു അൽ വാദിയ ഖാലു നഊദു ബി സയ്യിദി ഹാദൽ വാദി മിൻ ശർരി മാ ഫീഹി ഫതഖൂലുൽ ജിന്നു മാ നംലികു ലക്കും വലാ ലിഅൻഫുസിനാ ദർറൻ വലാ നഫഅ. ഞങ്ങളുടെ സ്വന്തം ശരീരത്തിന് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയുമ്പം ജിന്നുകൾക്ക് യാതൊന്നിനും കഴിവില്ല എന്നാണ് ഈ പറയുന്നത് എന്ന് ഇമാം തൊബരി പറഞ്ഞു എന്നാണോ കായക്കൊടിയോട്? ഉണ്ടെങ്കിൽ അത് പറയണം. നോക്കൂ, നിങ്ങൾ ജിന്നിന് യാതൊരു കഴിവുമില്ല എന്ന് കായക്കൊടി പറഞ്ഞു എന്നാണ്. ഞാനാണോ പറഞ്ഞത്? ജിന്നിന് യാതൊരു കഴിവുമില്ല എന്ന് ഇദ്ദേഹം തന്നെ ഇപ്പൊ പറഞ്ഞ പരപ്പനങ്ങാടി പ്രസംഗം ഉണ്ടല്ലോ, ആ പരപ്പനങ്ങാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടു നോക്കൂ. പരപ്പനങ്ങാടിയിലെ പ്രസംഗമാണ് നിങ്ങൾ കേൾക്കുന്നത്.
അപ്പൊ ഈ ജിന്ന് എന്താ പറഞ്ഞത്? ജിന്നുകൾ എന്താ പറഞ്ഞത്? ജിന്ന് പറഞ്ഞത് ഞങ്ങളുടെ സ്വന്തത്തിനോ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ ഞങ്ങൾക്കു തന്നെ സാധിക്കുകയില്ല. ഞങ്ങളുടെ സ്വന്തത്തിനോ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ ഞങ്ങൾക്കു തന്നെ സാധിക്കുകയില്ല. യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ ഞങ്ങൾക്ക് തന്നെ സാധിക്കുകയില്ല എന്ന് ജിന്നുകൾ പറഞ്ഞു. ആരാ പറഞ്ഞത്? കായക്കൊടിയാണോ? അനസ് മൗലവിയാണോ? KNM ആണോ? ജമിയത്തുൽ ഉലമയാണോ? അല്ല. പരപ്പനങ്ങാടിയിലെ വേദിയിൽ ഇത് പറഞ്ഞത്, ഈ തഫ്സീർ വായിച്ചുകൊണ്ട് പറഞ്ഞത് അബ്ദുൽ മാലിക് സലഫിയാണ്. നിങ്ങൾ കേട്ടല്ലോ, അദ്ദേഹമാണ് പറയുന്നത് യാതൊരു കഴിവുമില്ല. അപ്പോഴാണ് നമ്മൾ ചോദിച്ചത്, യാതൊരു കഴിവില്ലാത്ത ജിന്നിനോട് പിന്നെ കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാവില്ല എന്ന് പറയുന്നത് എങ്ങനെ? യാതൊരു കഴിവുമില്ലാത്ത ജിന്നിനോട് കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാവില്ല എന്ന് പറയുന്നത് എങ്ങനെ? എന്നിട്ട് ഈ യാതൊരു കഴിവുമില്ല എന്ന് നമ്മൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. കേട്ടു നോക്കൂ നിങ്ങൾ ഒന്നുകൂടി ബാക്കി പറയുന്നത്. കായക്കൊടി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ഈ വായിച്ച വാദം, ഈ വാചകം തൊബരിയിലുണ്ടോ? അല്ലേ? ഉണ്ട്. ഉണ്ടെങ്കിൽ കായക്കൊടി പറയുന്നത് പോലെ ജിന്നുകൾക്ക് ഒരു കഴിവുമില്ല. കായക്കൊടിയാണോ ജിന്നുകൾക്ക് ഒരു കഴിവില്ല എന്ന് പറഞ്ഞത്? യാതൊരു കഴിവുമില്ല എന്ന് ഈ തഫ്സീർ വായിച്ചിട്ട് പറഞ്ഞത് ഇദ്ദേഹമല്ലേ? പിന്നെ എന്തിനാ കായക്കൊടിയുടെ പേരിൽ പച്ചക്കളവ് പറയുന്നത്? ഇദ്ദേഹം നാവെടുത്താൽ അദ്ദേഹത്തിന്റെ ഏത് ദുർവ്യാഖ്യാനത്തെയും ന്യായീകരിക്കാൻ അദ്ദേഹം പറയാറുള്ള ഒരു വാചകം പച്ച നുണയാണെന്നാണ്. പച്ച നുണയാണെന്ന് പറയും. ഇവിടെ പച്ച നുണ പറയുന്നതാരാ? ഞാനാണോ പറഞ്ഞത് യാതൊരു കഴിവുമില്ല എന്ന്? പരപ്പനങ്ങാടിയിൽ നമ്മൾക്ക് മറുപടി പറയുമ്പോഴാ പറഞ്ഞത്. നമ്മളെ നാട്ടിൽ സാധാരണ പറയാറുണ്ട്, ഇവിടെ എന്താണ് അതിന് പറയാന്ന് എനിക്കറിയില്ല, ഈ തെങ്ങിൻ്റെ മടലുണ്ടല്ലോ, ഓല തെങ്ങിൽ പറ്റിപ്പിടിക്കുന്ന ആ ഭാഗം, അതെടുത്ത് ആ ഓലയുള്ള ഭാഗം മുറിച്ചു മാറ്റിയാൽ കിട്ടുന്ന വിറകൊക്കെയായി ഉപയോഗിക്കുന്ന ഭാഗം ഞങ്ങളുടെ നാട്ടിൽ മടൽ എന്നാണ് പറയുക. അതിന് ഏതാണ്ട് ഒരു ആർച്ച് ഷേപ്പാണല്ലോ. അത് നേരെ വെച്ചിട്ട് അതിൻ്റെ ഒരറ്റത്ത് ചവിട്ടിയാൽ മറ്റേ അറ്റം പൊങ്ങി നിൽക്കും, ഇപ്പുറത്തട്ട ചവിട്ടിയാൽ മറ്റേ അറ്റം പൊങ്ങി നിൽക്കും. സാധാരണ ഇങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ പറയും ഈ മടലിന്റെ മുകളിൽ ചവിട്ടിയ മാതിരി എന്ന് പറയാറുണ്ട്. ഇതാണ് ജിന്നുവാദത്തിന്റെ അവസ്ഥ. ഒരു വാദം ചവിട്ടിയാൽ ഇപ്പുറത്ത് പൊങ്ങും, ഇപ്പുറത്ത് താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് പൊങ്ങും. ജിന്നിന് ഒരു കഴിവുമില്ല എന്ന് പറയേണ്ടി വരും ഇവർക്ക്. പക്ഷേ അത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വാദം പൊളിയും. എന്നിട്ട് വീണ്ടും പറയുന്നത് നോക്കൂ എന്നാണ് തഫ്സീർ തൊബരി പറയുന്നത്. ഞങ്ങളുടെ സ്വന്തത്തിനോ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ ഞങ്ങൾക്കു തന്നെ സാധിക്കുകയില്ല. അതല്ല, ഈ ചോദിക്കപ്പെട്ട അവർ ശരണം ചോദിക്കുന്ന വിഷയത്തിലുള്ള കഴിവില്ല എന്നാണ് പറയുന്നത്. അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പൊ ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ ആ ഉദാഹരണമാണ് ഗംഭീരം. നമ്മൾ സാധാരണ ആളുകൾക്ക് കാര്യം മനസ്സിലാകാനാണല്ലോ ഉദാഹരണം പറയുക. ആ ഉദാഹരണങ്ങളൊന്ന് കേട്ടു നോക്കൂ. കൂടി പിന്നെ അനസ് മൗലവിയോട് ചോദിക്കണം, അനസജിന്റെ പാപങ്ങളൊന്ന് പുറത്തരണം, എനിക്ക് റഹ്മത്ത് ചെയ്യണം. അപ്പൊ അനസ് പറയണം, അനസ് മൗലവി പറയണം, എനിക്കതിന് കഴിവില്ല കേട്ടോ. എന്താ പറഞ്ഞ അനസ് മൗലവി? എനിക്കതിന് കഴിവില്ല, എനിക്ക് ഒരു കഴിവില്ല എന്നല്ല, എനിക്ക് യാതൊരു കഴിവില്ല എന്നല്ല. അനസ് മൗലവി പറഞ്ഞ മറുപടി എന്താ? എനിക്ക് അതിന് കഴിവില്ല. ജിന്ന് പറഞ്ഞ മറുപടിയായിട്ട് ഈ മൗലവി പറഞ്ഞതോ ജിന്നിന് യാതൊരു കഴിവുമില്ല. എങ്ങനെ ഈ ഉദാഹരണം അതും നമ്മൾ പൊരുത്തപ്പെടല്? എന്തെങ്കിലും ഒരു ബന്ധം വേണ്ട ഒരു ഉദാഹരണം പറയുമ്പോ. ഞാൻ അനസ് മൗലവിയോട് പറയുന്നു എന്റെ പാപം പൊറുക്കണേ, ഇത് നമ്മളെ ഒന്ന് അപമാനിക്കാൻ വേണ്ടി പറയാൻ, നമ്മളെ തൗഹീദ് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി പറയാൻ. അപ്പൊ അനസ് മൗലവി പറയുന്നു എനിക്ക് അതിന് കഴിവില്ല. അതിന് കഴിവില്ല എന്ന് പറഞ്ഞാൽ അതിന് കഴിവില്ല, വേറൊരു കഴിവില്ല എന്നാണോ? അല്ല, ഇവിടെ പറഞ്ഞതോ യാതൊരു കഴിവുമില്ല. ഈ ഉദാഹരണം പറഞ്ഞിട്ടാണ് ഈ വാദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പഠിച്ചവനോട് ചോദിച്ചോ. അപ്പൊ കായക്കൊടിന്റെ വാദം അതിപ്പോ പറയുമ്പോ എന്താ, അനസ് മുസ്ലിയാർക്ക് ഒരു കഴിവില്ല. അനസ് മുസ്ലിയാർക്ക് ഒരു കഴിവില്ല എന്ന് പറയോ? ഇല്ല. കാരണം അനസ് മുസ്ലിയാർ എന്താ പറഞ്ഞത്? അനസ് മൗലവി പറഞ്ഞത് എനിക്ക് ഒരു കഴിവില്ല എന്നല്ല, പിന്നെയോ എനിക്ക് അതിന് കഴിവില്ല എന്നാണ്. ആ എനിക്ക് അതിന് കഴിവില്ല എന്നതിലെ മുജാഹിദുകൾ നിൽക്കുള്ളൂ. ഇവിടെ പറഞ്ഞതോ യാതൊരു കഴിവും ജിന്നിനില്ല.